എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ 2021 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു ഫോണിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ന്യൂ ഇയർ നമുക്ക് ഇതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ തന്നെ ആയിരുന്നു റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം സാംസങ്ങിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A12 എന്ന് പറയുന്ന മോഡലിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ആവറേജ് യൂസേഴ്സിനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫോണാണിത്. ഒരുപാട് വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല, എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫിഷിംഗ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ കൂടി ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഫിഷിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പോഴത്തേക്ക് കൊറോണ ഒക്കെ വന്നേ. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല ഫിഷിംഗ് വീഡിയോസും ടെക് വീഡിയോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A12 എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ്. ഈ ബോക്സ് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതും കൂടെ ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ബോക്സാണ്. ആ ബോക്സിനുള്ളിലായിട്ട് കുറച്ച് യൂസർ മാനുവൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് കവർ വരുന്നില്ല. അതൊരു പോരായ്മയായിട്ട് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് ഫോണിൻ്റെ കൂടെ നമുക്ക് ബാക്ക് കവർ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ ബാക്ക് കവർ കിട്ടാതെ ഫോൺ വരുന്നത് ഒരു കുറവ് തന്നെയാണ്. കാരണം പുതിയ ഫോണൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിന് കൂടെ ബാക്ക് കവർ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് അവൈലബിൾ ആവുന്നത് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ചൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഫോണിന് ബാക്കിൽ അത്ര പെട്ടെന്ന് സ്ക്രാച്ച് വരാത്തൊരു ബോഡി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നില്ല എന്ന് തന്നെ പറയാം. ബോക്സിൽ പിന്നെ വരുന്നത് ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും ടൈപ്പ് സി ചാർജിങ് കേബിളും. ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് ഇയർഫോണും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഒരുപാട് പേര് കമൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെടുത്ത ഫോണിൻ്റെ കൂടെ നമുക്ക് ഇയർഫോൺ കിട്ടുന്നില്ല, നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഫോണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇയർഫോൺ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ ഇറങ്ങുന്ന അധിക ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് ഇയർഫോൺ കിട്ടുന്നില്ല എന്നാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് UAE ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങുന്ന അധിക ഫോണിൻ്റെ കൂടെ ഇയർഫോൺ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സാംസങ് ഗാലക്സി A12 എന്ന് പറയുന്ന മോഡൽ. ഈ ഫസ്റ്റ് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറച്ച് വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ബ്രൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല ഡിസ്പ്ലേയിൽ. കാരണം ഇതിൽ വരുന്ന HD ഡിസ്പ്ലേ തന്നെ ആയിരിക്കാം. ഇത് വരുന്നത് വെറും 60 Hz മാത്രമാണ്. അതുകൊണ്ടും തന്നെയാണ് നമുക്കിതിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടൊന്നും തോന്നിക്കാത്തത്. അപ്പോൾ നോർമലി ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. 85.5% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഡിസ്പ്ലേ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. തീരെ ബെസൽസ് ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അങ്ങനെ നല്ലൊരു കാര്യമുണ്ട്. പിന്നെ 264 PPA ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും വരുന്നത്. ഇതിൽ വീഡിയോ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫോൺ നല്ല ഫോണാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടെ ഒക്കെ നോക്കാം. ഇനി ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് Android 10.0 അതുപോലെ തന്നെ 1UIയുടെ ഏറ്റവും പുതിയതായ 2.5 കിട്ടുന്നത്. അതുപോലെ തന്നെ MediaTekൻ്റെ Helio P35 എന്ന് പറയുന്ന ഒരു ഒക്ടാ-കോർ പ്രോസസ്സറാണ് നമുക്ക് ഈ ഫോണിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന GPU നോക്കുകയാണെങ്കിൽ പവർ VR GE8320 എന്ന് പറയുന്ന ഒരു GPU ആണുള്ളത്. അപ്പോൾ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ ഒരു GPU ഒന്നല്ല ഇതിൽ വരുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു GPU പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഹെവി യൂസിന് പറ്റുന്ന ഒരു ഫോണൊന്നല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫോണാണ്. അതുപോലെ ഈ ഫോൺ അവൈലബിൾ ആവുന്നത് 2 വേരിയൻറ്റിലായിട്ടാണ്. 3GB and 32GB അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു വേരിയൻറ്റ് 4GB and 64GB ആയിട്ടാണ് ഇത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് 256GB വരെയാണ്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 കളറായിട്ടാണ് വരുന്നത്. താഴെ ഭാഗത്ത് കുറച്ച് ഭാഗം നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്കും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്കും ആയിട്ടാണ് വരുന്നത്. കുറേ ലൈൻസോട് കൂടെയുള്ള ഒരു ബോഡിയാണ് ബാക്കിൽ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും സ്ക്രാച്ച് വരാത്തൊരു ബോഡിയും കൂടിയാണിത്. ഇതേപോലെ തന്നെയാണ് ഇതിൽ വരുന്ന മറ്റേ കളറൊക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ് എന്നിങ്ങനെ 4 കളറിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ബാക്കിൽ ഇത് കൂടാതെ നിങ്ങൾക്ക് കാണാം 4 ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത് ക്യാമറ. അപ്പോൾ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന മെയിൻ ക്യാമറ 48 മെഗാപിക്സലിലെ f2.0 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു വൈഡ് ക്യാമറ ആണ്. ഇനി അടുത്തൊരു ക്യാമറ വരുന്നത് 5 മെഗാപിക്സലിലെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു അൾട്രാ വൈഡ് ക്യാമറ ആണ്. ഇനി ഡെപ്ത് സെൻസ് ചെയ്യാനും അതുപോലെ തന്നെ മാക്രോ ക്യാമറ ഇതിൽ വരുന്നുണ്ട്. രണ്ടും തന്നെ വരുന്നത് 2 മെഗാപിക്സൽ വീതമുള്ളതാണ്.
അപ്പോൾ ക്യാമറയിൽ നമുക്ക് ഒരുപാട് വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫോട്ടോ, അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കാം, പിന്നെ വീഡിയോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിലെ f2.2 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു ക്യാമറ ആണ്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫിൽറ്ററൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HD തന്നെയാണ്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ് നമുക്ക് ഇതിലെടുക്കാൻ പറ്റുന്ന വീഡിയോ. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഇതിലെടുത്തിട്ടുള്ള ക്യാമറൻ്റെ ക്വാളിറ്റി എന്നൊക്കെ. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ള ക്യാമറൻ്റെ സാമ്പിൾസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ഉണ്ട് ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ ഒക്കെ ക്വാളിറ്റി എന്നൊക്കെ. ഇനി ഫോണിൽ വരുന്നത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കുമാണ്. രണ്ടും തന്നെ ഒരു ആവറേജ് സ്പീഡിലാണ് വർക്കാവുന്നത്. നല്ല സ്പീഡും അല്ല, നല്ല സ്ലോ അല്ലാത്ത രീതിയിലാണ് ഇതിൽ വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ വലിയ സ്പീഡൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആവറേജ് സ്പീഡ് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഫിംഗറിൽ കിട്ടുന്നുള്ളൂ. ഫേസ് ലോക്കിലും ഇതേ ഒരു സ്പീഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ വോൾട്ടി സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ OTG USB സപ്പോർട്ടാണ്. പിന്നെ വൈഫൈയിൽ നമുക്ക് 2.4 GHz മാത്രമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഡാർക്ക് മോഡ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 5000 mAh ബാറ്ററി വരുന്ന അധിക ഫോണിൽ നമുക്ക് ചാർജിങ്ങിൻ്റെ സ്പീഡും കുറച്ച് കൂടുതലുള്ളതാണ് കിട്ടാറ്. പക്ഷേ ഇതിൽ നമുക്ക് 15 വാട്ടിൻ്റെ മാത്രമേ തരുന്നുള്ളൂ. ഇനി ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 4GB and 64GBക്ക് 579 ദിർഹംസ് ആണ്. അതുപോലെ ഇന്ത്യയിൽ ഇതിന് വരുന്ന പ്രൈസ് 3GB and 32GBക്ക് 15,990 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കുറച്ച് കൂടുതൽ ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 8GB റാമിൽ പോലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഫോണിന് കുറച്ച് കൂടുതൽ ആണ് എന്ന് തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന സ്റ്റോറേജ് ആണ്. നമുക്ക് 3GB റാമും 32GB സ്റ്റോറേജ് ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. എനിക്ക് ഈ ഫോണിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ഇതിൽ ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ സെൽഫി ഫോട്ടോസിനൊക്കെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ക്വാളിറ്റി തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നോർമൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ഒരു ഹെവി യൂസേഴ്സിനൊന്നും പറ്റുന്ന ഒരു ഫോണല്ല. അത്രയും ഫീച്ചേഴ്സൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ വരുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാംസങ് ഗാലക്സി A12 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോസ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഓൾ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.